ഓക്കെ ഉണ്ടല്ലേ ചെക്കൻ സെറ്റായിട്ട് നിൽക്കണേ. ഇതാണ് ഇത്രയും ഉപകാരം നടക്കുക. അവൻ അവിടെ നിൽക്കണം നോക്കിയേ. ഒരു കയ്യിൽ കയറിങ്ങനെ, ഈ കയ്യിൽ തന്നെ ബോൾട്ട്, ഒരു കയ്യിൽ ഡ്രില്ല്. ഇതിങ്ങനെ പിടിച്ചിട്ട് നല്ല ചെരിയാണ് ഇത്. ഇതിന്ന് ബോൾട്ട് ഇതിൽ കുത്തുക, എന്നിട്ട് എത്തിച്ചും കയറ്റാണ് ഈ അടിക്കണേ. അതായത് ഈ 2 പേരിലും മേലായിരിക്കും പിന്നെ നിൽക്കണേ. പോവൂലാന്ന്. കാരണം പോകുന്നുണ്ടെങ്കിൽ ഞാനുണ്ടാവൂല. നിസാമേ ഇതെന്താണ്ടത്? ഇതെന്താണ് സംഭവം? സേഫ്റ്റി ഒന്നുമില്ല നിങ്ങൾക്ക് ഈ പണിയിൽ. അല്ല നീ എവിടെയാണ് ഈ നിൽക്കണേ? ആലോചിച്ച് നോക്കിയേ. അതിന് ഇതൊക്കെ അടിപൊളിയായിട്ട് സേഫ്റ്റി ആയിട്ട് ചെയ്യാം. സിമ്പിളായിട്ട്, ഇത്ര റിസ്ക് ഇല്ലാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. എന്ത് രസമായിട്ട് പണി നടക്കുമെന്നറിയോ? അത് കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാ. സംഗതി നമ്മൾ മോളിൽ കയറണാണ്, പക്ഷേ ഇത് ഭയങ്കര ഇതല്ലേ. ഇത് സിമ്പിളായിട്ട് അതിന് സാധനങ്ങളുണ്ട്. ഇത് നമ്മളെ കൂട്ടുകാരനാണ്, നമ്മളെ നാട്ടിൽ തന്നെ നമ്മുടെ ഈ സുഹൃത്തിന് നിസാമ് ഡ്രസ് വർക്കൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊക്കെയാണ് സംഭവം. അപ്പം ഇതിനൊന്നൊരു മാറ്റം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ. ഇപ്പം ഈ നിൽക്കണ ശരി വന്ന് നോക്കിയേ. ഇല്ലടാ ഇത് നല്ല ടെൻഷൻ ഇല്ല നമുക്ക് വരുമ്പോൾ. എന്നാലും അത് നമുക്ക് അങ്ങോട്ട് ചിന്തിക്കണില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പൊതുവെ ആൾ നല്ല താഴ്ചയുണ്ട്. നല്ല എത്ര ഒരു 10-20 അടി മേലെ 20-24 അടി ഹൈറ്റ് ഉണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ നല്ല അത്യാവശ്യം നമുക്ക് വേണ്ട ചെറിയൊരു സപ്പോർട്ട് സേഫ്റ്റി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യും ഇതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചേ. നമ്മൾ സേഫ്റ്റി ബെൽറ്റ്, സിറ്റ് ഹാർനസ്, നമുക്കിതൊന്ന് എവിടെയെങ്കിലും തൂങ്ങി കിടക്കേണ്ട സിറ്റുവേഷൻ വന്നാലേ നമുക്കിത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിങ്ങനെ കയറിങ്ങായിട്ട് ഇട്ടാൽ. ഇപ്പം ഇവിടെ എങ്ങനെയാണ് നിന്നിരുന്ന കയറില്ലാണ്ട്? ഇവിടെ ഞങ്ങൾ ഈ കയറിൽ അങ്ങട് പിടിച്ചിട്ടാ, അങ്ങട് അതുമ്മല് പിടിച്ചിട്ട്. അപ്പം അതൊരു സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല. വേറെ അതിൽ ചിറ്റിയിട്ട് കുളത്തിട്ട് അടി കൂടെ പിടിക്കണ. നമുക്ക് അതിനൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം വേറെ രീതിയിൽ. ഇതില്ല ഇത് അത് കണക്ട് ചെയ്യാൻ പറ്റിയാണ് ഫാളറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം. ഇത് നമ്മളെ ആവശ്യത്തിന് നമുക്ക് ഇതിനെ കയറിൻ്റെ നീളത്തിന് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഓൾറെഡി ഇവിടുത്തെ സിറ്റുവേഷനിൽ നമുക്ക് അതിൽ നിന്ന് കയറ് കെട്ടാം. ഒന്ന് മൂലക്കൽ കെട്ടിക്കും അറ്റത്ത്. ഇതായി കഴിഞ്ഞാലേ നമുക്കിത് ഇതിലിടാം. ഈ ഐറ്റത്തിന് നമുക്ക് ഈ കയറിൽ ഇതിനെ ലോക്ക് ചെയ്തിട്ട് ഇതിനെ അടച്ചിട്ടാൽ ക്ലോസായി ഇവിടെ നിന്നോളൂ. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കണം. ഇതിട്ടിട്ട് നമുക്ക് ഇങ്ങപ്പോൾ പോയിരുന്ന പോകണമെങ്കിൽ ഒന്നും കൂടെ ഇനിയിപ്പോൾ എന്തെങ്കിലും വന്ന് നമുക്കൊന്ന് സ്ലിപ്പായാലും നമ്മളിവിടെ കിടക്കും. ഇതിൽ നിന്ന് ഒരിക്കലും ഇത് താഴത്തേക്ക് പോരില്ല. ഇല്ലേ, നമ്മളിപ്പോൾ ഇങ്ങനെ നിന്നാലും ഇത് വിട്ടാലും നമ്മൾ ഇതിൽ ഇവിടെ കിടക്കുള്ളൂ. ഇത് എവിടേക്കും പോകില്ല. ഒന്ന് ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു അടിയോ എന്തെങ്കിലും കൊണ്ട് വേദന എടുത്താലും, പക്ഷെ നമ്മൾ താഴെ പോകണില്ലല്ലോ, നമ്മൾ ബാക്കിയുണ്ട്. അതാണ് ഈ ലെവലിൽ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനിട്ട് പോവാം. ഒരു സപ്പോർട്ട്, ഒരു ഷീറ്റ് അടിക്കാൻ നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാം. ഫ്രീ ആണ്. ഇപ്പോൾ ഡ്രില്ലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാക്ക് മലന്ന് പോകണതാ ഇതൊക്കെ ഒരു പേടി വരില്ലേ. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടല്ലേ, ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഇതിട്ടും കയറ്റുന്നത് നീക്കിയിട്ടിട്ട് നമുക്ക് എവിടേക്കാണോ വേണ്ട അളവിലേക്ക് അതിനെ നിർത്താം. വിട്ടവിടെ നമ്മൾ സ്റ്റേഡന് ഇത് വിട്ടാലും അത് ലോക്കാവും. ഇതിന് ഊരിപ്പോവില്ല. ഇപ്പോൾ ഇത്രയും ഫ്രീ ആണ്. ഇപ്പോൾ ഡ്രില്ലെടുത്ത് കഴിഞ്ഞാൽ ഡ്രില്ല് എന്നാടാ നമ്മളതിൽ ബോൾട്ടിനെ വെച്ച് കയറ്റി നമുക്ക് അടിക്കാനോ ഇതിനൊക്കെ ആയിട്ട് നമുക്ക് എവിടെ നിന്നും നമുക്ക് അതിന് പ്രശ്നമില്ല. ഇതുമ്പോൾ എന്തെങ്കിലും ഒരു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ കൊളുത്തിടാനോ ഇതിട്ടായിട്ടില്ല, അവിടെ കിടന്നോളും. നമ്മൾ ഫ്രീ ആണ് ഫുൾ ടൈം. സിമ്പിളായിട്ട് ചെയ്യാം. അതായത് ഇത് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു മെനക്കേടല്ലേ എന്ന്, അല്ലെങ്കിൽ കാണുമ്പോൾ ആളുകൾക്ക് കാണുമ്പോൾ എന്തൊട്ട് വിചാരിക്കും എന്ത് എനിക്ക് കാണിക്കണമെന്നൊക്കെ തോന്നുന്നു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ സാധാരണക്കാർ ഈ സേഫ്റ്റിയിലേക്ക് വരാനുള്ള മടി. പക്ഷെ ചെയ്തു തുടങ്ങിയാലില്ലേ നമുക്ക് അതിനൊരു അഭിമാനം തോന്നും, സേഫ്റ്റിയിൽ നിൽക്കും. അപ്പോൾ അതാണ് നമുക്കൊന്ന് ഈ സാധനം സെറ്റ് ചെയ്താലോ. ഇത്രേ ഉള്ളൂ ഇത് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇതാണ്ട് പിള്ളേൻ്റെ ഉള്ളിൽ തള്ളിയിട്ട് അവിടെ നിന്നോളൂ. 1.5 ടൺ വരെ കപ്പാസിറ്റി വരുന്നതാണ് ഇതിൻ്റെ ബെൽറ്റ്. ഇതിനെ നമ്മൾ നേരെ തന്നെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചാലേ നമുക്ക് ഇതിനെ തുറക്കാൻ കിട്ടില്ല. ഇങ്ങനെ പിടിക്കുക, ലീവർ ഇങ്ങോട്ട് താത്താം. ഇത്രേ ഉള്ളൂ. എന്നിട്ട് റോപ്പ് അതിൽ വെക്കാം. ഇതിൽ അടച്ചു കഴിഞ്ഞാൽ ഇതിൽ ലോക്കാം. ഈ ലോക്ക് ഇത് വീണത് ഒന്ന് ചെക്ക് ചെയ്യുക. പോണമാതിരി സാധാരണ പോണമാതിരി പൊക്കോ. ഡ്രില്ല് കയ്യിൽ വെച്ചു അത് കയറ് ടൈറ്റ് ചെയ്തേ, അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്തേ. വലിച്ചാൽ മതി. വലിച്ച് ടൈറ്റ് ചെയ്ത് അവിടെ നിന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം. ആ കയറുമ്പോൾ പിടിച്ച് നിൽക്കണമെങ്കിൽ നിൽക്കാം. പക്ഷേ അതുമേൽ നമ്മൾ അവിടെ ലോക്കായിരിക്കും. മറ്റേത് കയ്യിലൊരു കയറ് വേണ്ടേ? ഇതാകുമ്പോൾ അത് വേണ്ടല്ലോ. ഇതിൽ നമുക്ക് ഇതിനൊന്നേ വിശ്വാസമാവാനുണ്ട്. സേഫ്റ്റി ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ.
പറഞ്ഞിട്ടില്ലേ പവറിൽ. നീ ഇപ്പം അതിൽ നിന്ന് വിട്ട് പോയി, എന്നാലും അമ്മ തൂങ്ങിക്കിടക്കും. ഇതിപ്പോ ഇവന്റെ പ്രശ്നം കുറെ ആയിട്ട് കയറാറില്ല. അത് കാരണം ഒരു ടെൻഷൻ കുറച്ച് കൂടുതലാണ് ഇപ്പോഴും. അത് പോവൂല, അതാണ് ഈ പ്രശ്നം. പോവൂലാന്ന്. കാരണം പോകുന്നുണ്ടെങ്കിൽ ഞാനുണ്ടാവൂല. ഇതുമെന്നൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാനുണ്ടാവൂല. അത് സ്ലിപ്പാവുന്നു. കാരണം സേഫ്റ്റിനെ പേടിക്കണാണ് ഇപ്പൊ ഇത്. സേഫ്റ്റിനാണ് നമ്മ പേടിക്കണേ. ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ കയറുമ്പോ കൈ പിടിച്ച് നിൽക്കാൻ ഒരു പേടിയില്ല. അതാ പറഞ്ഞേ, ഇത് സാധനം പോവില്ല. അതിനേക്കാ പിടുത്തണത്. നമുക്ക് വെറുതെ നിൽക്കാനോ കൈ വിട്ട് നിൽക്കാനോ പേടിയില്ല. കാരണം ഈ സേഫ്റ്റി ഐറ്റം വിട്ടിട്ട് ഇത് പോകുന്നു പേടി. ഞാൻ കണ്ടിട്ടുള്ളത്, അതായത് ഇതിൻ്റെ അടുത്ത് ഇവിടെ നല്ല ചെരുവുള്ള ഒന്നും അടിക്കാനായിട്ട് ഞാൻ റോട്ടിൽ നിന്ന് കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചത് സാധനമാണ്. അതിൻ്റെ നല്ല ചെരുവുണ്ടല്ലോ, ഒരു കയ്യിൽ കയറിങ്ങനെ, ഇത് കയറിങ്ങനെ, ഈ കയ്യിൽ തന്നെ ബോൾട്ട്, ഒരു കയ്യിൽ ഡ്രില്ല്, ഇതിങ്ങനെ പിടിച്ചിട്ട് നല്ല ചെരിവാണ്. ഇത് പിന്നെ പരന്ന് കിടക്കണത്. ചെരിവ് ഇല്ല, ചെറിയ ചെരിവുള്ളൂ, വെള്ളം പോകാനുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് ബോൾട്ട് ഇതിൽ കുത്തുക, എന്നിട്ട് എത്തിച്ചും കയറ്റണി അടിക്കണേ. അതായത് ഈ 2 വിരലുമ്മലായിരിക്കും പിന്നെ നിൽക്കണേ. വെറും അത് നേരെ മറിച്ച് നമുക്ക് ഇതുണ്ട് എന്നുണ്ടെങ്കിൽ വിട്ട് നിന്ന് നോക്കി നമുക്ക് അവിടെ നിൽക്കാം. ഇതിപ്പോൾ ചെരിവാണെങ്കിലും പ്രശ്നമല്ല, നമ്മ പോവില്ല. നീ ഇതിപ്പോൾ ഇതുമ്മ പിടിച്ചങ്ങായിട്ട് ബാക്ക് ഇതുമ്മ കയറുമ്പോൾ പിടിക്കാം. ഇതുമ്മ പിടിക്ക്, ഇതുമ്മ പിടിച്ചിട്ട് ഇതിനെ അങ്ങനെ ലൂസ് കൊടുത്തിട്ട് ബാക്ക് പോക്കാം. നമുക്ക് നിന്ന് എവിടെ വേണമെങ്കിലും നിൽക്കാം. നമുക്കിങ്ങനെ പോരാ, ഷീറ്റിൻ്റെ പുറത്ത് നടക്കാം. ഇത് ആവശ്യത്തിന് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ വിട്ടാൽ നമ്മൾ അവിടെ നിൽക്കാം. വിട്ട് നിന്നോ, ഫ്രീ ആയിട്ടാണ്ട് ബാക്ക് ലോഡ് ചെയ്ത് നിന്നോ, പോവില്ല. ഇത് ഓൾറെഡി ഇത് ചെരിവ് കുറവാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സേഫ്റ്റി ഇടൽ നല്ലതാണ്. കാരണം നിങ്ങളെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട്ടത്തിന് ചിലപ്പോൾ മുകളിലൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു തലകറക്കം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒന്ന് കുഴഞ്ഞ് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉരുണ്ടിക്കായിട്ട് പോണത് എവിടെ എന്ന് പറയാൻ പറ്റില്ല. ഇത് തന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് ആദ്യം ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് അത് എന്തിനുള്ളതാണ്. അതൊന്ന് 2 പ്രാവശ്യം 2-3 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സെറ്റാണ്. പിന്നെ നമുക്ക് അതില്ലാതെ ഈ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ മാറും. ഇതേമാതിരി തന്നെ പെയിൻറ്റിങ്ങുകാർ ഇപ്പോൾ പല രീതിയിലുണ്ട്. ഈ ടവർ വർക്ക് അതേപോലെ ഇന്നിപ്പോൾ ഒരാൾ കോൺടാക്ട് ചെയ്തിരുന്നു, മറ്റേ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകളിലൊക്കെ. അവർക്ക് എന്താണ് വരുന്ന വർക്ക് വിട്ട് കളയണം. അതിന് ഇതിൽ കയറേണ്ടയും സേഫ്റ്റിയും ചിലപ്പോൾ തൂങ്ങി കിടന്നിട്ടൊക്കെ വേണ്ടി വരുമോ ചെയ്യാം, കാരണം വിട്ട് കളയണ വർക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസുകളാണ് നമ്മളിലുള്ളത്. ഇതിപ്പോൾ ഒരു നോർമൽ ഒരു ഒറ്റ ഐറ്റം മാത്രം നമ്മളിപ്പോൾ ഇതിനെടുത്തതാണ്. നമുക്കത് അവനെ തൂക്കിടാം. ഇല്ലേ നോക്കിയാ അങ്ങനെ നിൽക്കേ കണ്ടാ. നമുക്കിപ്പോൾ ഈ ബെൽറ്റുമ്മൽ ഇല്ല എന്തെങ്കിലും നമ്മളെ ടൂൾസൊക്കെ തൂക്കിടാനായിട്ടൊരു ഇതുണ്ട്. അതുമ്മൽ വേണമെങ്കിൽ അങ്ങനെ തൂക്കിടാം. ഇനിയിപ്പോൾ ഒരു പോക്കറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഐഡിയക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതുമ്മൽ നമുക്ക് ഈ ബോൾട്ട് ഇടാനും ഇതിനൊക്കെ ആയിട്ട് നമുക്ക് അതിനും കഴിയും. ഒരു സ്ക്രൂ സെന്റർ അടിക്കാൻ ഒരു സ്ക്രൂ സെന്റർ അടിക്കാൻ ചവിട്ടി അങ്ങനെ ഇരുന്നോ, അടിച്ചൂടെ കുറച്ച്. അയ്യവാ എടാ, ഇതിപ്പോൾ ഇതന്നെ വലിയൊരു കാര്യം. കൈ ഫ്രീ ആണ്. അയ്യവാ സെറ്റ് എങ്ങനെയുണ്ട്? എന്താണ് സെറ്റല്ലേ? അല്ല മറ്റേ പേടിയല്ല, നമ്മളെ ടെൻഷൻ ഉണ്ട്. ഇതാവുമ്പോ ഇതില്ല, നീ ഫ്രീ അല്ലേ. ഞാൻ സ്ക്രൂ സപ്പോർട്ട് ചെയ്ത് ചവിട്ടിക്കോ. പോണ് അടിക്കടിക്ക് മതി, പോവില്ല. അത് പോവില്ല, അങ്ങനെ പേടിക്കണ്ട. ഓക്കെ, കണ്ടില്ലേ ചെക്കൻ സെറ്റായിട്ട് നിൽക്കണേ. ഇതാണ് ഇത്രയും ഉപകാരം നടക്കാം. അവൻ അവിടെ നിൽക്കണം നോക്കിയേ. അയ്യവാ സെറ്റ്. ആ അറ്റത്ത് അടിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഇതടിക്കാൻ എന്താണ് പണി അല്ലേ. ആ വോൾട്ട് പോയി.
കിട്ടും. ഏത് ആദ്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലും കയറുമ്പോൾ പിടിച്ചിങ്ങനെ നിൽക്കും. അതാണല്ലോ, എവിടെയെങ്കിലും കയറിട്ട് ഒരു കയ്യിൽ കയറുണ്ടാവും, അങ്ങനെ എത്തിച്ച് ടെൻഷൻ പിടിച്ചിട്ടുള്ള പണി. അല്ല അത് ഈ സാധനം യൂസ് ചെയ്തും കാട്ട് അത് ജസ്റ്റ് ഇവനക്ക് കാണിച്ചു കൊടുക്കണം, കണ്ടിട്ട് പിന്നെ സെറ്റ് ചെയ്തും കാര്യം പോയി കാറ്റ് അടിക്കാൻ പറ്റും. അത്രയും ചെരുവിൽ നമുക്കത് പോയി നിൽക്കാന്നുണ്ടെങ്കിൽ അത്രയും കോൺഫിഡൻസ് നമുക്ക് കിട്ടിയാലല്ലേ. അത് നോർമലി കയറിട്ട് പിടിച്ചിട്ട് നിർത്താൻ പറ്റൂല. ഇനിയിപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വേറെ ഇത് കാണാറുള്ളതെന്ന് പറയുന്നത് ഒരാൾ മുകളിൽ നിന്ന് കയറ് പിടിക്കാൻ വേറൊരാളുണ്ടാവും മുകളിൽ കയറ് നീക്കിയിടാനും. അങ്ങനെയല്ല സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതിൽ കുറേ ഉണ്ട്. ഒരാൾ കയറ് പിടിക്കാൻ തന്നെ ഉണ്ടാവും, ഒരാളായിരിക്കും ഷീറ്റ് അടിക്കാൻ ഇത് പിടിച്ചും കയറ്റി നിൽക്കണത്. ഇതാകുമ്പോൾ അതൊക്കെ വെച്ചിട്ട് മൊത്തം ഫ്രീ ആണ്. ഒരാളെ വർക്കിൻ്റെ ഇതിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ചെരുവിൽ ആ പോയി കയറ്റാ എൻഡിലത്തെ ബോൾട്ട് അടിക്കാൻ പറ്റും. നിങ്ങളത് നേരത്തെ ആലോചിക്കാറുണ്ടെങ്കിൽ അത് ഫുൾ അങ്ങനെ അടിക്കാം. അതടിക്കാൻ 2 ഷീറ്റ് അടിക്കാൻ എന്തോരം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. എന്ത് പറയണം അവർക്ക്, എന്ത് പറയാനുള്ളത്? ഇപ്പൊ അതുണ്ടായിരുന്നു. അതാണ് അപ്പൊ അങ്ങനെയാണ്. അപ്പൊ സെറ്റാണ്. അപ്പൊ ഇതുമാതിരി എന്തെങ്കിലും ഡ്രസ് വർക്ക് ഇതിനൊക്കെ ആയിട്ട് സേഫ്റ്റിയുടെ അതിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ കോൺടാക്ട് നമ്പറൊക്കെ അതിലുണ്ട്. പിന്നെ ദൈവൻ വർക്ക് നമ്മുടെ നാട്ടിലുള്ള വർക്കുകൾ പുറത്ത് പോകില്ല. നാട്ടിലുള്ള ഡ്രസ് വർക്ക് അങ്ങനെയുള്ള എല്ലാ വിധ വെൽഡിങ്ങിന്റെ എല്ലാവിധ വർക്കുകളും ചെയ്യുന്നുണ്ട്. അവരുടെ പേജ് ഉണ്ട്, നിസാം ഇംഷാ അല്ലേ, നിസാം ഇംഷാ. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.